ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു കേസാണ്. നേരത്തെ ഒരു ശബ്ദരേഖ വന്നു, അത് ആരുടേതാണെന്ന് വ്യക്തമായിരുന്നില്ല, ആരും അത് ഓൺ ചെയ്തില്ല, അല്ലെങ്കിൽ പരാതിക്കാരി ഉണ്ടായിരുന്നില്ല, പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ, അതായത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ മൂത്തു വരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു പരാതി ഉണ്ടാകുന്നു. ആ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് എന്ന് അദ്ദേഹത്തിന് അത് സമർപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ ആക്ഷൻ ഉണ്ടായി. ഉടനെ ആക്ഷൻ ഉണ്ടാവണം, അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം അതിക്രമങ്ങളെ കുറിച്ച് ഒരു പരാതി വന്നാൽ ഉടൻ അന്വേഷണം നടത്തണം, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു കേസ് അപ്പൊ തന്നെ DGPക്ക് അയക്കുന്നു. DGP ഉടനെ തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് പറയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു കേസ് ചാർജ് ചെയ്യുന്നു. രാഹുൽ ആവട്ടെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ. സാധാരണഗതിയിലെ പ്രതിസ്ഥാനത്തുള്ള ഒരാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പോലീസ് അല്പം സംയമനം പാലിക്കും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത്തരത്തിലൊരു കേസ് വന്നാൽ അതിന്റെ വിധി എന്താണ്, കോടതി എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടി അല്പം താമസിക്കുന്ന അല്ലെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. പക്ഷെ അപ്പുറത്ത് പ്രതി കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ. അപ്പൊ എന്താ ഉണ്ടായത്? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കുമായിരുന്നു, പരക്കം പാച്ചിലായിരുന്നു. കേരളം മുഴുവൻ പോലീസ് അരിച്ചു പറക്കി.